വിശുദ്ധമായ മുഹറം മാസത്തിലെ പവിത്രതയാക്കപ്പെട്ട 2 ദിവസങ്ങളാണ് താസൂഅ, ആശൂറ. മുഹറം 9ഉം 10ഉം വലിയ മഹത്വമാണ്. പണ്ട് മുതലേ പൂർവികരായ ആളുകൾ നമുക്കത് കാണിച്ചു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ മിർഖാത്തുൽ മുഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള യഹൂദികൾ നോമ്പനുഷ്ഠിച്ചത് കാണാൻ സാധിച്ചു. മുഹറം 10ന്റെ തങ്ങൾ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അസിമുഹു അഗ്ഫറല്ലാഹു ഫീഹി മൂസ. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷിച്ച ഒരു മഹത്തമായ ദിവസമാണ്. ബനി ഇസ്രായേലിനെ അല്ലാഹു തആല വിജയം കൊടുത്തു ഫിർഔനിനെതിരെ. വലിയ പവിത്രതയുള്ള ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു, നഹ്നു ഔലാ ബി മൂസ, നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളാണ്. കാരണം മൂസാ നബി ഞങ്ങളെ പ്രവാചകനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞ് സ്വഹാബത്തിനോട് നിങ്ങളൊക്കെ നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. മുഹറം 10ന്റെ അപ്പൊ അത് യഹൂദികളോടുള്ള മുവാഫഖത്ത്, അവരോടുള്ള യോജിപ്പാകുമോ എന്ന ഒരു പേടി കാരണം തങ്ങൾ പറഞ്ഞു, വരും വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9ഉം ഞാൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. പക്ഷേ തങ്ങൾ ഉണ്ടായില്ല, അവിടെ വഫാത്തായി. തങ്ങൾ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു, അടുത്ത വർഷം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. തങ്ങളുടെ മൗനാനുവാദം, അവിടുത്തെ വാക്ക് നമുക്ക് തെളിവാണ്. അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് നോമ്പനുഷ്ഠിക്കണമെന്ന്. അതുകൊണ്ടാണ് ലോകത്തുള്ള വിശ്വാസികൾ മുഹറം 9നും 10നും നോമ്പനുഷ്ഠിക്കുന്നത്. ചെറിയ ഒരു നോമ്പായി ഈ നോമ്പിനെ നമ്മൾ കാണാൻ പാടില്ല. വലിയ മഹത്വം, പൂർവികരായ ആളുകൾ വലിയ മഹത്വം കൊടുത്തിരുന്ന ഒരു നോമ്പാണത്. നമുക്കറിയാം സ്വഹാബത്ത് എത്രമാത്രമാണ് ഈ നോമ്പിനെ കണ്ടിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി റുബയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുഹറം 10ന്റെ പ്രഭാതത്തിൽ അൻസാരികളുടെ ഗ്രാമങ്ങളിലേക്ക് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും നോമ്പില്ലാതെയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രവേശിച്ചതെങ്കിൽ അവൻ ബാക്കിയുള്ള ദിവസം പൂർത്തീകരിക്കട്ടെ. നോമ്പുകാരനായിട്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റവനാണെങ്കിൽ അവൻ നോമ്പുകാരനായിട്ട് തന്നെ അവന്റെ ആ ദിവസം പൂർത്തീകരിക്കട്ടെ. ഞങ്ങൾ മുഹറം 10ന്റെ നോമ്പ് അനുഷ്ഠിക്കുകയും കുട്ടികളെ കൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് രോമം കൊണ്ട് നിർമ്മിച്ച കുപ്പായങ്ങൾ അവരെ ഞങ്ങൾ ധരിപ്പിക്കും. വല്ല കുട്ടിയും ഭക്ഷണത്തിന് കരഞ്ഞാൽ നോമ്പ് മുറിക്കാൻ സമയമാകുന്നത് വരെ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് ഞങ്ങൾ കുട്ടികളെ കളിപ്പിക്കുകയും ചെയ്യുമെന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. അപ്പൊ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പൂർവികരായ ആളുകൾ വലിയ മഹത്വത്തോടുകൂടെ വലിയ ഒരു കാര്യമായി കൊണ്ട് തന്നെ ഈ നോമ്പിനെ കണ്ടവരാണ് അവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മുഹറം 9ഉം 10ഉം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സ്വഹാബത്ത് തങ്ങളിൽ നിന്ന്, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ നമ്മുടെ പൂർവികർ കൈമാറി തന്ന ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മളെ മക്കളെ കൊണ്ട് ശീലമാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.